മൈത്രേയനുമായി ജനകീയ കോടതിയിൽ ഒരു സംവാദമുണ്ടായിരുന്നു. ശ്രീ മൈത്രേയൻ പലപ്പോഴും അഹങ്കാരം പറയുന്ന വ്യക്തിയാണ്. യഥാർത്ഥത്തിൽ നല്ല അറിവുള്ളവർ അഹങ്കാരികളായിരിക്കില്ല, അവർ വിനയമുള്ളവരായിരിക്കും. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിനോട് വിയോജിക്കുമ്പോഴും ഈ ഡിസ്റെസ്പെക്റ്റോ അല്ലെങ്കിൽ പുച്ഛമോ കാണിക്കാത്തവരായിരിക്കും. ഹാഷ്മിയോടടക്കം ഇദ്ദേഹം അവതരിപ്പിക്കുന്ന പല ഇന്റർവ്യൂസിൽ ഈ രീതിയിലുള്ള പുച്ഛം, ബഹുമാനക്കുറവ്, ഡിസ്റെസ്പെക്ട് തുടങ്ങിയ കാര്യങ്ങൾ കാണിക്കുന്നു. ഈ ലോകത്തിൽ ഒരുപാട് കാഴ്ചപ്പാടുകൾ. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹാഷ്മി, രാഹുൽ ഈശ്വർ, മൈത്രേയൻ ഇവർ 3 പേരുള്ള ജനകീയ കോടതി എന്നൊരു എപ്പിസോഡ് നിങ്ങൾ ആ ഒരു പരിപാടി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. കാണാത്തവർക്ക് വേണ്ടിയിട്ട് പറയണേ, ഇവർ 3 പേരും കൂടി ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവർ പലതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ദേശീയതയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, അതേപോലെ ഫാമിലിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ രാഹുൽ ഈശ്വറിന് സഹി കിട്ടുന്ന ഏറ്റവും അവസാനം നിങ്ങളൊരു കോപ്പാണെന്നത് വിചാരിക്കരുത്, നിങ്ങൾ വലിയ ആളാണെന്ന് വിചാരിക്കരുത്, നിങ്ങളിത് കോപ്പാണ്, നിങ്ങളിത് മറ്റുള്ളവർക്ക് വിവരമില്ല, പൊട്ടരാണ് ഇതൊക്കെ പറയുന്നത്. മൈത്രേയൻ ഇങ്ങനെ ചില സമയത്ത് പറയുന്നുണ്ട് അതിൽ മറ്റേ ഹാഷ്മിൻ്റെ അടുത്ത് നിങ്ങൾക്ക് വിവരമില്ല അതുകൊണ്ടാണ് എന്നൊക്കെ. മൂപ്പര് കാമായിട്ട് തന്നെ പറയണേ, പക്ഷെ അത് വിവരമില്ല എന്നുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കണ്ടേ. അപ്പോൾ അത് എനിക്കത് അങ്ങനെയൊക്കെ പറയണത് വലിയ കുറച്ച് വിഷയമായിട്ട് തോന്നി. പക്ഷേ ഹാഷ്മി, രാഹുൽ ഈശ്വർ ഒക്കെ ഒരു ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരായിട്ട് എനിക്ക് തോന്നിയത് ഒന്നിനൊന്ന് മെച്ചം. ഇപ്പോൾ രാഹുൽ ഈശ്വർ അപ്പോൾ പൊട്ടിത്തെറിച്ചിട്ട് നിങ്ങളിത് കോപ്പാണ്, നിങ്ങൾക്ക് മാത്രം വിവരമുള്ള വിചാരിക്കുന്നത്, ബാക്കിയുള്ളവർ പൊട്ടന്മാരുടെ രീതിയിൽ സംസാരിക്കേണ്ടതൊക്കെ കൊണ്ടൊരു സംഗതിയുണ്ട്. ഹാഷ്മിയും വേറൊരു രീതിയിൽ എന്തൊക്കെ ചോദിക്കുന്നത്, സാധാരണ ഹാഷ്മിയുടെ ഒരു നിലവാരത്തിൽ നിന്ന് ഒരുപാട് താഴെ വന്നിട്ടാണ് അവിടെ സംസാരിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഒരു പക്ഷേ ആ ഷോ ഡിമാൻഡ് ചെയ്യുന്ന ഒരു കോലത്തിലേക്ക് അതിനെ മാറ്റിയതായിരിക്കാം. അപ്പോൾ ഇവിടെ ഇത് ഒരു വീഡിയോ ആയിട്ട് പതർക്കാട് മൈത്രേയൻ്റെ കുറ്റം പറഞ്ഞിട്ട് ഒരുപാട് ചിന്താ പദ്ധതികളുണ്ട്. എല്ലാം പരസ്പരം യോജിക്കണമെന്നില്ല. വ്യത്യസ്ത മതങ്ങൾ ഉള്ളതുപോലെ വ്യത്യസ്ത ഐഡിയോളജിയും പ്രത്യയശാസ്ത്രവും ഉണ്ട്. പക്ഷെ ശ്രീ മൈത്രേയന്റെ പാറ്റേൺ അദ്ദേഹത്തെ എതിർക്കുന്നവരെ പുച്ഛിക്കുക, പറയുക, ഹാഷ്മിയോട് തന്നെ പറയുന്നുള്ളൂ ഇതിന് ഗൗരവമില്ല തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു. അങ്ങനെയല്ല, നമ്മുടെ കാഴ്ചപ്പാടുകൾക്കാണ് വ്യത്യാസം. ഈ തിരിച്ചറിവാണ് വേണ്ടത്. അദ്ദേഹം പറയുന്നതെല്ലാം നമ്മൾ ചെയ്യുന്നതിൽ ഒരു നന്മയുമില്ല, മനുഷ്യർക്ക് അടിസ്ഥാനപരമായ നന്മ, മൂല്യം, സഹാനുഭൂതി ഒന്നുമില്ല. ഇതെല്ലാം നമ്മുടെ സെൽഫ് പ്രിസർവേഷൻ സ്ട്രാറ്റജിയാണ്, സ്വയം നിലനിൽക്കാനുള്ള തന്ത്രങ്ങൾ മാത്രമാണ്. അതൊക്കെ വെറുതെ പറയുന്നതാ. അപ്പൊ ശ്രീ മൈത്രേയന് കൊടുത്തൊരു വളരെ പ്രസക്തമായ മറുപടി. മൈത്രേയനെ പോലെ ഈ ശൂന്യവാദം എന്ന് പറഞ്ഞാൽ ഒന്നിനും നന്മയില്ല, ശരിയില്ല, സത്യമില്ല, ഇതെല്ലാം ഒരു നിലനിൽപ്പിന് വേണ്ടിയുള്ള തന്ത്രങ്ങളാണ് എന്ന് വിശ്വസിക്കുന്നവർ, തെറ്റായി വിശ്വസിക്കുന്നവർ, അത് ശരിയല്ല, തെറ്റായി വിശ്വസിക്കുന്നവർക്ക് നമുക്ക് ബഹുമാന പുരസ്സരം ഒരു മറുപടി കൊടുക്കാം. സ്വന്തമായി വീട്ടിൽ 2 കുട്ടികളും അമ്മയും അച്ഛനും ഭാര്യയും ഉണ്ടായിരുന്നു. എന്നാൽ ആദിൽ അവിടുത്തെ ടൂറിസ്റ്റുകാർക്ക് വേണ്ടി സ്വയം ബലി കൊടുക്കാൻ യാതൊരു മടിയും കാണിച്ചിട്ടുള്ളൂ. സ്വന്തമായ അച്ഛനെ തീവ്രവാദികൾ വെടിവെച്ച് കൊന്നിട്ടും അവിടെ നിന്ന് എനിക്ക് 2 സഹോദരങ്ങളെ കിട്ടി, നമ്മൾ എല്ലാവരും ചേർന്ന് നിൽക്കണം എന്ന് പറഞ്ഞ ആദരം നമുക്ക് മാതൃകയല്ലേ. കല്യാണം കഴിച്ച് 6ാം ദിവസം വിധവയായ വ്യക്തിയാണ്. അവരുടെ ഭാര്യയെ, അവരുടെ സ്വന്തം ഭർത്താവിനെക്കാട്ടിൽ വലുതല്ലല്ലോ അവർക്ക് കാശ്മീരികൾ. പക്ഷെ ഹിമാൻഷി തന്റെ സ്വന്തം ഒന്നും നോക്കാതെയാണല്ലോ എന്റെ ഭർത്താവ് മരിച്ചു, പക്ഷെ നമുക്ക് ഒരുമിച്ച് നിൽക്കണം, മുസ്ലിങ്ങൾക്കെതിരെയും കാശ്മീരികൾക്കെതിരെയും ക്യാമ്പയിൻ ചെയ്യണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ മനുഷ്യന്റെ ഉള്ളിൽ നന്മയുണ്ട്. ആ നന്മ എന്ന് പറയുന്ന മഹത്തരമായ കാര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അത് അവന് തോന്നുന്ന നന്മയല്ല, പകരം ഇതെല്ലാം എന്തെങ്കിലും സെൽഫ് പ്രിസർവേഷൻ ഇൻസ്റ്റിക്റ്റിന്റെ ഒരു ഗ്രോത്ത് ആണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാര്യം ഒരുപാട് അങ്ങനെ നന്മകളുണ്ട്. ഒരമ്മ സ്വന്തം മക്കൾക്ക് വേണ്ടി ചെയ്യുന്നത്, പട്ടാളക്കാരൻ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നത്. മൈത്രേയൻ നന്മ, ദയ, സഹാനുഭൂതി, കാരുണ്യം ഇല്ലാന്ന് പറയുന്നില്ല. നമ്മളിലേക്ക് എത്തിച്ചേർന്ന് എങ്ങനെയാണ്? അല്ല, അത് ഞാൻ അടക്കമുള്ള വിശ്വാസികളോ അല്ലെങ്കിൽ സെന്ററായിട്ട് നിൽക്കുന്നവരോ അത് മനുഷ്യന്റെ നന്മയായിട്ടാണ്, ആദിലിന്റെ നന്മയായിട്ടാണ്. ഈ തിരിച്ചു ചോദിച്ചോട്ടെ, ആദിലിന്റെ സംഘബോധത്തിന്റെ വളർച്ചയാണെങ്കിൽ എന്തുകൊണ്ട് സ്വന്തം മക്കളെ കുറിച്ച് ചിന്തിച്ചില്ല? എന്തുകൊണ്ട് സ്വന്തം അച്ഛനെ അമ്മയെ കുറിച്ച് ചിന്തിച്ചില്ല? ഭാര്യയെ കുറിച്ച് ചിന്തിച്ചില്ല? ഞാൻ അതിനൊക്കെ മറുപടി പറയാനായിട്ട് വേണ്ടി ഈ വിഷയങ്ങൾ അറിയുന്ന ആൾക്കാരെ വിളിച്ചു മറുപടി ആദ്യം മൈത്രേയൻ സാർ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വലിയൊരു കോപ്പല്ല. നിങ്ങൾ കുറെ നേരം ഹാഷ്മിയോട് അഹങ്കാരം പറയുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് മാത്രമാണ് ലോകത്തിൽ അറിവെന്നൊന്നും ധരിക്കരുത്. പല ചർച്ചകളായി ഞാൻ കാണുന്നുണ്ട്. സാറിന് മാത്രമാണ് അറിവ്, ബാക്കിയുള്ളവർക്ക് അറിവില്ലെന്നൊക്കെ പറയുന്നത് ഒരുതരം ചീപ്പ് അഹങ്കാരമാണ്. അത് അറിവുള്ള പറയുന്നില്ല, ബാക്കിയുള്ള ആൾക്കാർക്ക് അതിനെ ഹാഷ്മി ഇടപെട്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ കടുപ്പിക്കണമെന്ന് ഞാൻ വിചാരിച്ചാണ്. വേറൊന്നും കൊണ്ടല്ല. ഈ രീതിയിൽ അദ്ദേഹത്തിന് ഈ ചോദ്യത്തിന് മറുപടിയില്ല. അതായത് പുള്ളി പറയുന്നത് ആൾക്കാർക്ക് അങ്ങനെ ബേസിക്കലി നന്മയൊന്നുമില്ല, നമ്മള് സ്വാർത്ഥത കാരണം നമ്മൾ നിലനിൽക്കാനുള്ള സെൽഫ് പ്രിസർവേഷൻ. ഇതിൽ താഴെ വന്നുള്ള ഒരു കമൻ്റാണ് കേട്ടോ. മൈത്രേയൻ പറയുന്നതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇനിയും ഒരു 100 വർഷം 100 years കഴിയണം എന്ന കമൻറ്റ് വന്നു. അത് ശരിയാണ്. കാരണം പലരും ഇപ്പോൾ 6ാം നൂറ്റാണ്ടിൽ 5ാം നൂറ്റാണ്ടിൽ കഥകളിയല്ലേ ജീവിക്കുന്നതെന്ന്. ഇതെല്ലാവർക്കും അവരവരുടെ ബുദ്ധിക്ക് എന്ത് വേണമെങ്കിലും പറയും, പക്ഷെ അത് മാത്രം ശരിയാണ് ആരും പറയരുത്. ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. മുഹമ്മദ് സവാദ്,
ഇതെല്ലാവർക്കും അവരവരുടെ ബുദ്ധിക്ക് എന്തു വേണമെങ്കിലും പറയാം, പക്ഷെ അത് മാത്രം ശരിയാണെന്ന് പറയരുത്. ഈ ശരിയും തെറ്റൊക്കെ ആളുകൾ നിർണ്ണയിക്കണത് അവനവൻ്റേതായ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും നമ്മുടേതായ ചില ബോധ്യങ്ങളിൽ നിന്നും നമ്മൾ വായിച്ച പുസ്തകങ്ങളിൽ നിന്നും ചിലപ്പോൾ മതത്തിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ ബന്ധങ്ങളുടെയൊക്കെ സ്വാധീനത്തിൽ നിന്നാവും, ഫീലിങ്സിൻ്റെയും ഇമോഷൻസിൻ്റെ ഒക്കെ അല്ലേ. മൈത്രേയൻ്റെ ഇതിൽ കുറച്ച് എനിക്ക് തോന്നിയുള്ള ഒരു കാര്യം, മൈത്രേയൻ ന്യൂട്രലായി നോണ്ട കാര്യങ്ങൾ സംസാരിക്കണം. ഇത്രയും ഫാമിലിയുടെ ഒരു ഇതിന്നോ പ്രഷറിൽ നിന്ന് ഇൻഫ്ലുവൻസിൽ നിന്നോ അല്ലെങ്കിൽ ഈ ഒരു സംഗതികളിൽ ഇതല്ല. അപ്പോൾ അതിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. നമ്മളില്ലേ ചില കാര്യങ്ങൾ നമ്മുടെ ഒരു പക്ഷേ നമുക്കത് ഒരാളെ ഹേർട്ട് ചെയ്യും തോന്നുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ നമ്മൾ പറയുന്നില്ലായിരിക്കും. മൈത്രേയൻ അങ്ങനെയല്ല, അത് ആ വെട്ടി തുറന്ന സാധനം പറയും സംഗതി. സോറി രാഹുൽ, ഈ ഒരു ആർഗ്യുമെൻ്റ് ഡിസപ്പോയിൻറ്റഡ് മീ. മൈത്രേയൻസ് ആർ ആർഗ്യുമെൻറ്റ് മോർ സ്ട്രോങ് ആൻഡ് പീസ്ഫുൾ. മൈത്രേയൻ ഇവിടെ എനിക്ക് വന്നത് പീസ്ഫുൾ അല്ലാത്ത രീതിയിൽ ഇമോഷണലി ചാർജ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ ഇമോഷണലി എന്ന് പറയണ്ട, ചാർജ്ഡ് ആയിട്ട് സംസാരിച്ചത് രാഹുൽ ഈശ്വറാണെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. രാഹുൽ ഈശ്വർ മൂപ്പര് അഹങ്കാരത്തോടെ സംസാരിച്ചു എന്നുള്ളതിന് മറുപടി ആയിട്ടാവും ഒരു പക്ഷേ ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ അവിടെ കാണുന്നത് മൈത്രേയൻ പറയുള്ളൂ പറഞ്ഞിട്ട് ഇങ്ങനെ ഒബ്സർവ് ചെയ്തോട്ട് നിൽക്കണ്ടായിരുന്നു. പക്ഷേ മൂപ്പര് വിട്ടുകൊടുക്കുകയൊന്നുമില്ല. പക്ഷേ ഇവിടെ രാഹുൽ ഈശ്വർ കുറച്ചുകൂടി സമചിത്തതയോട് കൂടിയിട്ട് സംസാരിക്കുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു തോന്നുന്നു. മെച്യൂരിറ്റി വെൻ യു റിയലൈസ് ബോത്ത് ആർ റൈറ്റ്, അതാണ് സംഗതി. നമ്മൾ ഈ റിസർച്ച് ഒരു ആറ്റിറ്റ്യൂഡുള്ള ആളുകൾ പലപ്പോഴും കാണുന്നത് ഈ ശരിയും തെറ്റും ഒന്നല്ല, അതൊക്കെ റിയലി സബ്ജക്റ്റീവായിട്ടുള്ള കാര്യമാണ് അല്ലേ. അങ്ങനെയാവാം. അപ്പോൾ ഇതന്നെ ശരി എന്നൊക്കെ പറയുമ്പോൾ എന്ന് വെച്ചാൽ അത് എക്സ്ട്രീംസ് ആയിട്ട് മാറും. അപ്പോൾ അത് പോളാറായിട്ടുള്ള ഒരു സമൂഹത്തെ ഒരു കാഴ്ചപ്പാടിലുണ്ടാക്കും. ഇപ്പോൾ നമ്മൾ ഡിബേറ്റുകളെ കണ്ടില്ലേ, ഡിബേറ്റുകളിലൊക്കെ ഒരാൾ അനുകൂലിച്ചുകൊണ്ട് ഒരാൾ പ്രതികൂലിച്ചുകൊണ്ടുണ്ടാവും. ഈ അനുകൂലിക്കുന്ന ആളുകൾ അവരുടെ രീതിയിലോ കാര്യങ്ങൾ പറയും, പ്രതികൂലിക്കുന്ന ആൾ അവരുടേതായ രീതിയിലും. അപ്പോൾ ഇതെന്താ കാര്യം എന്ന് വെച്ചാൽ ഈ അനുകൂലിക്കണവരും പ്രതികൂലിക്കണവരും രണ്ടുപേരും വെച്ചാൽ കാര്യം വെച്ചാൽ അതാ നമ്മൾ പേഴ്സണലി തോട്ടങ്ങൾ അങ്ങനെ പറയും, നിങ്ങളുടെ പോയിൻ്റ് അതാണല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവരുടെ ഒരു സ്റ്റാൻഡ് പോയിൻ്റ് അങ്ങനെയാണ്. അവരോട് ദേഷ്യപ്പെടാത്ത കാര്യം അവരെ പറയുന്ന പോയിൻറ്റിനെ നമുക്ക് എതിർക്കാം. ഐ സപ്പോർട്ട് യുവർ ഓപ്പോണൻ്റ് എന്ന് മധു ഭാസ്കരൻ. നിങ്ങളെ ജനങ്ങൾ ആറാട്ടണ്ണനെ പോലെയാണ് കാണുന്നത്. മൈത്രേയൻ അഹം തള്ളാസ്മി ഇതത്രേ. Once Mahatma Gandhi visited Ramana Maharshi for a discussion on Indian independence, but surprisingly Ramana Maharshi was interested in Nirvana rather than political independence. Similar way was the debate. Both Rahul and Maitreyya are right. First approach is philosophy and the second one is mystic. Kiran Prabhakar. ഒരു കമൻ്റ് ആണ് കേട്ടോ. അത് I am a huge അപ്പു അല്ലിയാനെ I am a huge supporter of you and Maitreyya. I have watched the debate as well. There was a point from you to a certain extent, but still Hashmi and you were debating on a different and basic perspective, which is not something wrong. But should I have given a space to understand what this side is, which is philosophy based rather than research based. I don't think most people have went that deep philosophically. It's not a hate comment, rather an opinion. I am a huge supporter of many of your activities, including Sabarimala, Men's Movement and Dilip issue, and I consider you both as the greatest debaters in Kerala, although media tries to portray you both in a negative shade. രാഹുൽജി താങ്കൾ പറഞ്ഞ ശരിയാണ്, വെറുതെ വായ തോതി വിളിച്ചു വെറുതെ അയാൾ അങ്ങനെ പോയിട്ടുള്ളത് കാര്യങ്ങൾ മാത്രമാണ്. ഞാൻ പറഞ്ഞ അങ്ങനെയല്ലല്ലോ. ആരതി രാമേന്ദ്രൻ സാറിന്റെ മകൾ അച്ഛൻ മരിച്ചിട്ടും ആ ചേർത്ത് നിർത്തലിന് നന്മ കാണിച്ചില്ലേ? സ്വന്തം ഭർത്താവ് മരിച്ച ഹിമാൻഷി, അല്ലെങ്കിൽ അവിടെ ഹിന്ദു സഹോദരങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത ആദിൽ, ഇവരൊക്കെ നന്മയല്ലേ? പുള്ളിക്ക് 2 മക്കൾ വീട്ടിലുണ്ടായിരുന്നു. ഞാൻ മിണ്ടാതെ ആ വഴി പോയി രക്ഷപ്പെടാന്നല്ലല്ലോ പുള്ളി കരുതിയത്. മനുഷ്യനൊരു നന്മയുണ്ട്, ശരിയുണ്ട്. നമ്മളതിനെ ദൈവീകത എന്ന് വിളിക്കാം, നന്മ എന്ന് വിളിക്കാം. അപ്പൊ ഈ രീതിയിൽ പുള്ളി എന്നിട്ട് അതിന് മറുപടി ഇല്ല. പുള്ളിക്ക് യാതൊരു മറുപടിയും കാര്യങ്ങളും ഇല്ല. പ്രത്യേകിച്ച് പുള്ളിയുടെ ഡേറ്റ ഇല്ല, റിസർച്ച് ഇല്ല, സ്വന്തമായിട്ടുള്ള കുറെ ഡയലോഗ് മാത്രമാണ്. ഞാൻ മാത്രമാണ് അറിവുള്ളവൻ എന്ന് പറയുന്നതിന് എന്തർത്ഥമാണ്? അറിവുള്ള ഒരാൾക്ക് അഹങ്കാരം ഉണ്ടാവില്ല. ഈ പറയുന്ന മൂല്യങ്ങളൊന്നും തന്നെ എന്നെ സംബന്ധിച്ചുള്ള ഒരു മീനിങ് ഇല്ലാത്ത, ലോകത്തിനെ മനസ്സിലാക്കാൻ ഉപയോഗിക്കേണ്ട ആധുനികമായ ലോകവീക്ഷണങ്ങൾ, ആ ലോകവീക്ഷണങ്ങൾ അറിയുന്ന ആൾക്കാരുമായിട്ടാണ് ഡിബേറ്റ്. ഫിലോസഫി അല്ലാതെ ഡേറ്റ ബാക്ക്ഡ് ഒരു റിസർച്ച് പറയും. ഞാൻ അങ്ങനെ 10 റിസർച്ച് എടുത്തിട്ടുണ്ട്. ഹാർവാർഡ്, സ്റ്റാൻഫോർഡ്, ഓക്സ്ഫോർഡ് അടക്കമുള്ള 10 റിസർച്ച്. അങ്ങനെയുള്ള നിലപാടുകൾ സ്ഥാപിക്കാൻ ഒരു ഇതില് വേറെ കമന്റ് ആണ്. Ahankara, Vinayam, etc. are personal qualities and have nothing to do with knowledge or competence. I have encountered many doctors who are very arrogant in their behavior but amazing in their diagnostic and surgical skills. We have seen arrogant and self-boasting sports personalities and also humble and down-to-earth sportsmen. Both are achievers. Don't go vala 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 vala.
ഇപ്പോൾ ഒരാളൊരു അഭിപ്രായം പറയുമ്പോൾ അയാൾ പറയണ പോയിന്റിനെ നമ്മൾ ശ്രദ്ധിക്കുക, അല്ലാണ്ട് അയാളിപ്പോൾ ചൂടാവുകൊണ്ട് അതുകൊണ്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഓരോരുത്തർ ഓരോ രീതിയിലല്ലേ. വീണ്ടും വീണ്ടും നാണം കെടല്ലേ, നിന്നെ വിലയിരുത്തി കഴിഞ്ഞു എന്ന്. സോറി രാഹുൽ, യു ആർ ടോട്ടലി റോങ്. ഐ റീസെൻ്റ്ലി സ്റ്റാർട്ടഡ് ലൈക്കിംഗ് ഫ്യൂ ഓഫ് യുവർ വീഡിയോസ് വെർ യു ആർ ട്രൈങ് ടു പൊസിഷൻ യുവർ സെൽഫ് എ ബാലൻസ്ഡ് ഐഡിയോളജി ഇൻ മലയാളം യൂട്യൂബ് മീഡിയ മാർക്കറ്റ്. You either didn't grow up into a level of Maitreyan, or you are trying to go with your market positioning and ignoring his views. You underline Hindutva caste hegemony adding to it. Try to understand the ideas he is putting forward. You and Hashmi failed pathetically. Look at the comments in the original video. With your earlier arguments or counting comments, he surely won. രാഹുൽജി മാറിയ പാഠപുസ്തകത്തിൽ 4ാം ക്ലാസ്സിലെ സ്റ്റേറ്റ് സിലബസിലെ ഇംഗ്ലീഷ് പുസ്തകത്തിൽ യൂണിറ്റ് 2 വോയിസസ് ഓഫ് യൂണിസൺ മനോഹരമായ കവിതയുണ്ട്. ഒന്ന് നോക്കിക്കോളൂ. ഇത് അത് ഗുരുവാത്ര. ശ്രീ രാഹുൽ ഈശ്വർ, ചിലപ്പോൾ മൈത്രേയൻ പറയുന്നത് മുഴുവൻ ശരിയാവണമെന്നില്ല, എന്നാൽ മൈത്രേയന് താങ്കളെക്കാൾ ഇൻറ്റഗ്രിറ്റി ഉണ്ട് എന്ന്. പിന്നെന്താ മറുപടി ഒന്ന് പറഞ്ഞോട്ടെ റിപ്ലൈ. എന്നതാ ബ്രോ, അതേ ഫ്യൂളിഷ് വാദം ഉന്നയിക്കുന്ന വ്യക്തിയോ? മൈത്രേയൻ തോന്നുമ്പോൾ തോന്നിയത് പറയും, അതാണ് ഇൻറ്റഗ്രിറ്റി എന്ന്. അടുത്ത് Danny Matthew 1379. Rahul, I am one of your subscribers and I believe your heart is in the right place, but I feel you haven't yet evolved enough to fully grasp the concepts Maitreyan is talking about. ഇത് എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുറച്ചും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു പേഴ്സണലായിട്ടുള്ള നമുക്കൊരു അഫിനിറ്റി ഉണ്ടാവും. ഈ അഫിനിറ്റി വെച്ചിട്ടാണ് മൈത്രേയൻ പറയുന്ന പല കാര്യങ്ങളും രാഹുൽ ഈശ്വറല്ല പല ആളുകളും എടുക്കുന്നത് തോന്നും. നമ്മളൊരു ന്യൂട്രൽ പൊസിഷൻ എടുത്തുകൊണ്ട്, ന്യൂട്രൽ ആയിട്ട് നിന്നുകൊണ്ട്, ഇമോഷണലി ചാർജ്ഡ് അല്ലാത്ത രീതിയിൽ നമ്മുടെ പേഴ്സണൽ ബയാസുകളൊക്കെ ഒഴിവാക്കിയിട്ട് അയാളത് ശ്രദ്ധിച്ചു വെക്കുക മൈത്രേയൻ്റെ. അപ്പോൾ നമുക്ക് മനസ്സിലാവും, ഓ നമ്മൾ ഇങ്ങനെയാണ് അല്ലേ. ഇറ്റ് ടേക്സ് ടൈം. അങ്ങനെയൊക്കെയാണ് ഇത്. ചോദ്യം ചെയ്യുകയാണെങ്കിൽ, ഡേറ്റ ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, സ്വന്തം നിലപാടുകൾക്ക് സാധൂകരണമുണ്ടോ, റിസർച്ച് ഉണ്ടോ, ഗവേഷണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നുമില്ല. ഞാൻ പറയും അതാണ് സത്യം. മൂപ്പര് റിസർച്ച് ഓറിയൻറ്റഡ് ഒരു ലെവലിൽ വരണം. മൂപ്പരുടെ ഒരു പേഴ്സ്പെക്റ്റീവ്, ഒരു വ്യൂ പോയിന്റ് വേറെ രീതിയിലാണ്. മറ്റേ മൈത്രേയൻ വേറൊരു രീതിയിലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ഇപ്പോഴും ഉണ്ടായിരിക്കും. അല്ല കേസ്, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾ ആരുടെ ഭാഗത്താണ്, എന്താ സംഗതി? ഓക്കെ, ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാം. ഞാൻ എപ്പോഴും ഒരു വിഷയത്തെ പല രീതിയിൽ ആൾക്കാരിങ്ങനെ പറയില്ല. ഇപ്പോൾ ഒരാളുടെ അഭിപ്രായം ഇത്, വേറൊരാളുടെ അഭിപ്രായം ഇത്, വേറൊരാളുടെ അഭിപ്രായം ഇത്, അങ്ങനെ. അപ്പോൾ ഇത് ഒരേ കാര്യത്തെക്കുറിച്ച് പല രീതിയിലുള്ള ചിന്തകൾ അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടുമല്ലോ. ഈ ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ചിന്തകളെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കിത് കാണുമ്പോൾ ഇങ്ങനെ ഞാൻ തന്നെ ശരി, മറ്റവൾ തെറ്റി എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. എന്ത് തേങ്ങിയത് ഇങ്ങനെ. അതായത് ആൾ ക്ഷമല്ലാണ്ട് ഇരിക്കണതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു സംഗതി. അതും ഒരു ക്ഷമയില്ലാത്ത അവസ്ഥയാണില്ലേ. രാഹുൽ ഈശ്വരൊക്കെ എന്തോ പറയാണ്ടിരിക്കും, അല്ലെങ്കിൽ അതങ്ങനെയാണ്. അപ്പോഴാണ് ഭയങ്കര പത്തറ്റിക്കായിട്ട് തോന്നുന്നത് ആര് പറയുകയാണെങ്കിലും. അതേപോലെ ഈ മൈത്രേയനും പറയുന്നുണ്ട് നിങ്ങൾക്ക് വിവരമില്ല എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയാൻ പറ്റുമത്. മൈത്രേയൻ്റെ ആറ്റിറ്റ്യൂഡ്, മൈത്രേയൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഇപ്പോൾ അതിനെ അംഗീകരിക്കണമെന്നുണ്ട്. അതായത് നമ്മുടെ റെഫറൻസ് എന്താണ് എന്നുള്ളതാണ്. നമുക്ക് നമ്മുടേതായ ഒരു റെഫറൻസ്, ഒരു സംഗതി ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെ മൊത്തം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അതേ റെഫറൻസ് ആയിരിക്കണം മറ്റുള്ളവരെ ഒന്നും നിർബന്ധം പിടിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ.